ഈ സിവിൽ സർവൻസ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡിസിഷൻസിനെ, സിവിൽ സർവൻസിൻ്റെ ഡിസിഷൻസിനെ ഇൻ്റർഫിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് കളക്ടറായിട്ട് ട്രെയിനിങ്ങിന് വരുമ്പോഴോ, അതായത് ആദ്യത്തെ പോസ്റ്റ് ഞാൻ പറയുന്നത് തൃശ്ശൂർ, അത് വെറുതെ 1-2 മാസത്തിനകത്ത് രാഷ്ട്രീയക്കാർക്ക് അറിയാം. അവർ വിളിച്ചു നോക്കും, അത് ആ ഫയലിൽ ഇത് വരുന്നുണ്ട്, അത് ഇങ്ങനെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ സൂചിപ്പിക്കും. അതിൻ്റെ പാശ്ചാത്തലം നോക്കി, നിയമം നോക്കി, നന്മ നോക്കി ഒരു തീരുമാനം എടുത്താൽ അയാൾക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും ഇത് ഇയാൾ അധികമൊന്നും ഫോൺ ചെയ്തായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മളെക്കാളും നന്നായിട്ട് രാഷ്ട്രീയക്കാർക്ക് നമ്മളെക്കുറിച്ച് അറിയാം. ഇന്നയാളിത് ചെയ്യില്ല, നമ്മൾ ഫോൺ ചെയ്താലും ചെയ്യില്ല, അവിടെ പോയി കണ്ടാലും ചെയ്യില്ല, എന്ത് രീതിയിലും അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് പെട്ടെന്ന് ഒരു പുതിയ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ മനസ്സിലാവും. അവർക്ക് 100 വഴികളുണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ഞാനത് ചെയ്യില്ല എന്ന് മനസ്സിലായ പിന്നെ എൻ്റെ അടുത്ത് വരില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഒക്കെയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നന്മയൊക്കെ കിട്ടും. എൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ എൻ്റെ റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടും പുതിയ ജോലികൾ, പുതിയ തസ്തികകളിൽ, പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവർക്ക് കിട്ടുന്നു. കാരണം അവർ വഴങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ കിട്ടുന്നു. പക്ഷേ അതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല.